പ്രിയമുള്ള ഡോക്ടർ മാരാജി പ്രേക്ഷകരെ, നിങ്ങളുടെ നാളെയിൽ നാം ഇവിടെ ചർച്ച ചെയ്യുന്നത് നാളെ 1200 മീനമാസം 16-ാം തീയതി, അതായത് 2025 മാർച്ച് 30-ാം തീയതി രവിവാരം ഞായറാഴ്ചത്തെ ശുഭാശുഭ ഫലങ്ങളാണ്. നാളെ ഞായറാഴ്ച തൃശ്ശൂർ സൂര്യോദയം കാലത്ത് 6:26 അസ്തമയം വൈകിട്ട് 6:32 വൈകിട്ട് 4:30 മണി മുതൽ 6 മണി വരെയുള്ള 1.5 മണിക്കൂർ ദൈർഘ്യ സമയമാകുന്നു രാഹുകാലം. നാളത്തെ നക്ഷത്രം രേവതി നക്ഷത്രമാകുന്നു. നാളെ പ്രതിപദം, വെളുത്തപക്ഷത്തിലെ പ്രതിപദം തിഥിയാകുന്നു. രേവതി നല്ല ശുഭനക്ഷത്രമാണ്, യാത്രയ്ക്കും മറ്റെല്ലാ പ്രവർത്തനങ്ങൾക്കും. പക്ഷെ വാങ്ങാനും കൊടുക്കാനും രേവതി നല്ല നക്ഷത്രമല്ല. കൃത്രിക, ഭാഗ്യമൂലാശ്ച, മഹാചിത്രാച രേവതി. കൃത്രിക കാർത്തിക, ഭാഗ്യമുത്രം, മൂലം മകം, ചിത്ര, രേവതി. ആദാതവ്യം ന ദാതവ്യം, വാങ്ങാനും കൊടുക്കാനും പറ്റില്ലാത്ത നക്ഷത്രമാകുന്നു. അങ്ങനെ കൊടുത്താൽ എന്താണ് പ്രയാസം ഉണ്ടാവുമോ? ശേഷന്ത് വിനശ്യതി, അപ്രകാരം കൊടുത്താൽ അതിന്റെ ബാക്കി പോലും നശിച്ചു പോകുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിനാൽ വാങ്ങൽ കൊടുക്കൽ പ്രക്രിയയ്ക്ക് നാളത്തെ ദിനം നന്നില്ല. പക്ഷേ മറ്റ് യാത്രകളും കാര്യങ്ങളും ഒക്കെ ആകാം എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക്. പക്ഷെ പ്രതിപദം, ദാരിദ്ര്യമുണ്ടാക്കുന്ന തിഥി വേണ്ട. നാളെ 1 മണി കഴിഞ്ഞാൽ പിന്നീട് വെളുത്തപക്ഷത്തിലെ ദ്വിതീയ തിഥിയായി. നാളെ നിങ്ങൾക്ക് ഉച്ചയ്ക്ക് 2:30 മുതൽ 4:30 വരെയുള്ള സമയം എല്ലാ ശുഭകാര്യങ്ങൾക്കും എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് അനുകൂലമായി സ്വീകരിക്കാവുന്നതാണ്. ഏറ്റവും നല്ല ശുഭകാലഹോരയാണ്. അത് കർക്കിടക രാശിയുടെ അവസാനവും ചിങ്ങൻ രാശിയും കിട്ടും. അപ്പോൾ എല്ലാ ശുഭകാര്യങ്ങൾക്കും നാളത്തെ ഈ ഒരു സമയം എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് യാത്രയായാലും മറ്റേ വിവാഹ ക്ഷണം ഉദ്ദേശിക്കുന്നുണ്ടെങ്കിലും അനുകൂലമായി സ്വീകരിക്കാം. സാമ്പത്തികമായ വാങ്ങൽ കൊടുക്കൽ കർമ്മങ്ങൾക്ക് സ്വീകരിക്കേണ്ട എന്ന് മാത്രം. നാളെ രേവതി നക്ഷത്രമാകുന്നു. നിങ്ങൾക്ക് വളരെ ഭംഗിയായി ഏതെങ്കിലും അവതാര വിഷ്ണുവിൻ്റെ ക്ഷേത്രങ്ങളിൽ പോകാം. കാരണം രേവതി നക്ഷത്രം ഭരിക്കുന്ന ഗ്രഹം ബുധനാകുന്നു. ബുധനെ കൊണ്ട് നാം എന്ത് ചിന്തിക്കുന്നു? ശ്രീരാമാദ്യ അവതാര വിഷ്ണുരിതര ക്ഷേത്രേഷു ചന്ദ്രാത്മജ. ചന്ദ്രപുത്രനായ ബുധനെ കൊണ്ട് ശ്രീരാമൻ, ദ ഇൻകാർണേഷൻ ഓഫ് ലോർഡ് വിഷ്ണു, മഹാവിഷ്ണുവിൻ്റെ 10 അവതാരങ്ങളെയും നിങ്ങൾക്ക് ചിന്തിക്കാം. നാളത്തെ ദിനമൊക്കെ നിങ്ങൾക്കൊരു പ്രഭാവം കൂടണമെങ്കിൽ നരസിംഹസ്വാമി ക്ഷേത്രത്തിൽ പോവുക. അവിടെ പാനകം, തുളസിമാല വഴിപാടായി സമർപ്പിക്കുക. അവിടെ ലക്ഷ്മി നരസിംഹസ്വാമിക്ക് ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി ചെയ്യുക. ഓം ലക്ഷ്മി നരസിംഹ മൂർത്തയെ നമഃ എന്ന പ്രാർത്ഥന നിങ്ങൾക്ക് വളരെയധികം അനുകൂലമായി പോസിറ്റീവ് വൈബ്രേഷൻ സൃഷ്ടിക്കപ്പെടുന്നതാണ്. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഒരു ശോഭനമായ നല്ല നാളെ ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.